ഞാനിവിടെ ഇരുന്നോളാം, നീ പോയിട്ട് വാ. അതെന്താ? അത് പിന്നെ ഈ ആക്സിഡന്റ് പറ്റിയവരെ കാണുമ്പോ എനിക്ക് തലർങ്ങും. ഒറ്റയ്ക്ക് പോയി കാണാനും സംസാരിക്കാനുള്ള ചമ്മലുണ്ടല്ലോ നിന്നെ ഞാൻ കൂട്ടുപിടിച്ചത്. നീ ഇങ്ങ് വന്നേ. അപ്പൊ എന്റെ തലർക്കം ആശുപത്രിയില്ലേ ഡോക്ടർ കാണിച്ചു? ഇവിടുത്തെ ഡോക്ടർമാരെ എനിക്ക് അലർജിയാ. താനെന്താ ഇവിടെ? ഇന്നും വല്ല ആക്സിഡന്റ് പാർട്ടിയുമായിട്ട് എത്തിയതാണോ? അല്ല, ഇതിലെ പോയപ്പോ ആ ആന്റിയുടെ വിവരം തിരക്കിട്ട് പോവാന്ന്. അവർ ഡിസ്ചാർജ് ചെയ്തല്ലോ. സമാധാനായി. എപ്പോ? 1 മണിക്കൂറായി കാണും. കഷ്ടായിപ്പോയി. അവളൊന്ന് കാണുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് കാണാതെ എങ്ങനെയാ? ശബ്ദം മാത്രല്ലേ കേട്ടുള്ളൂ. മനസ്സിലായി. സുന്ദരിയാണോന്ന് അറിയാനല്ലേ. വഴിയുണ്ട്. ഡോക്ടർ, അതെ, ഒരു കാര്യം അറിയാനാ. ആ സ്ത്രീയുടെ കൂടെ ഒരു പെൺകുട്ടിയില്ലായിരുന്നോ? ഒരു കാന്താരി. അതിനെ കണ്ടാൽ എങ്ങനെയാ? അല്ല, ഈ ഫിഗറൊക്കെ ഓക്കെ ആണോന്ന് അറിയാൻ വേണ്ടി. എന്തിനാ? അവന് വേണ്ടി ആലോചിക്കാനാ. ഇന്നലെ അയാളെ ഫോണിലൂടെ ചീത്ത വിളിക്കുന്ന കേട്ടല്ലോ. അതെ, അവര് ഫോണിലൂടെ സംസാരിച്ച് ഒത്തിരി അടുത്ത് പോയി. പെണ്ണ് കാണാൻ മിടുമിടിക്കുക. താങ്ക് യു ഡോക്ടർ. എടാ, പെണ്ണ് അടിപൊളിയാണെന്ന്. നീ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യടാ. രണ്ടുപേരും കൂടെ കറങ്ങി നടന്നോ? ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കാനുള്ള പരിപാടിയാ. എന്റെ കർത്താവേ, ആക്സിഡന്റിന്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ ആവോ. ആ വണ്ടി ഇടിച്ചവന് അയാളെങ്ങനെ പ്രാകരുത്. എന്റെ കരുനാക്കാ, നോയിക്കോ. കേസ് കുത്തിപ്പൊക്കാനെന്ന് ആരാ പറഞ്ഞത്? അതുകൊണ്ടല്ലേ അവള് നിരന്തരം വിളിക്കുന്നത്. അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ. അതിന് എന്നെന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? എന്റെ പേരെന്ന് പറഞ്ഞ് നിന്റെ പേരല്ലേ ഞാൻ അവിടെ എഴുതി കൊടുത്തത്. ഓ, ഞാനത് മറന്നു. പിന്നൊരു കാര്യം, ഇനിയെങ്കിലും നിന്റെ യഥാർത്ഥ പേര് പറഞ്ഞേക്ക്. പെട്ടെന്ന് മാറ്റി പറഞ്ഞാൽ ഞാനൊരു ഫ്രോഡാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചാലോ? തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞങ്ങളൊന്ന് അടുത്ത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ പെണ്ണ് വിളിച്ചത് കേസിന്റെ കാര്യത്തിനല്ലേ? നീയും വറുത്തോണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തെറി പറഞ്ഞോന്നൊരു ഡൗട്ടുണ്ട്. തട്ടിക്കളയും ഞാൻ. കണ്ട, അവൾക്ക് വേണ്ടി നമ്മളെ തട്ടിക്കളയാനും മടിക്കില്ലേ? ആ പെണ്ണായിരിക്കും. ഹലോ ഹലോ, ആന്റി ഡിസ്ചാർജ് ചെയ്തു. ഇത് പറയാൻ ഞാൻ 3 വട്ടം വിളിച്ചിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ആന്റി ബെഡ് റെസ്റ്റിലാ. പിന്നെ ഒന്നുമില്ല. എന്തോ പറയാമൊന്നുമല്ലോ. അത് പിന്നെ എന്താ പേര്? എന്താ ചിരിച്ചേ? ഇത്രയും പരിചയപ്പെട്ടിട്ട് ഇപ്പഴാ പേര് ചോദിക്കുന്നേ? അത്ര നല്ല പേരൊന്നുമല്ല, എന്നാലും പറയാം. പത്മജ. പത്മജ വാര്യർ. പത്മജ വാര്യർ. എന്തേ, ഇഷ്ടായില്ലേ? ഇഷ്ടായി. പേരിഷ്ടായി. തന്റെ പേരും എനിക്ക് ഇഷ്ടായി കേട്ടോ. വച്ചേക്കട്ടെ. ഗുഡ് നൈറ്റ്. എന്താടാ അവള് പറഞ്ഞേ? പേര് പറഞ്ഞു. ഇത്രയും നേരം പേര് പറഞ്ഞു കളിക്കായിരുന്നോ? എന്തായാലും അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളി. അപ്പൊ നിനക്ക് വിഷയം പറയാറില്ലേ? എന്ത് വിഷയം? ബയോളജി. എടാ, നിന്റെ പ്രേമം അവളെ അറിയിക്കണ്ടേ? അതെങ്ങനെയാ പറയാ? നീ അവളെ വിളിച്ചേ. ഇനിയും വിളിച്ചാ തെറ്റിദ്ധരിക്കില്ലേ? തെറ്റിദ്ധരിക്കണം. നിനക്ക് പ്രേമമുണ്ടെന്ന് അവൾ അറിയണം. അതെ, നാണിച്ചോണ്ടിരിക്കാതെ വിളിക്കുന്നുണ്ടോ? ഓ, നമ്പറൊക്കെ കാണാപ്പാടാണല്ലേ. വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഹലോ. എനിക്ക് തോന്നി അനിയൻകുട്ടി ആയിരിക്കും. അതെന്താ അങ്ങനെ തോന്നിയത്? ഒരു പഞ്ചാര സ്വഭാവം ഉണ്ടെന്ന് വർത്താനത്തിന് തോന്നി. എന്തിനാ വിളിച്ചത്? നേരിൽ കാണണമെന്ന് പറ. അത് എനിക്കൊന്ന് നേരിൽ കാണണമെന്നുണ്ട്. അതിനെന്താ, കാണാലോ. നേരിൽ കണ്ട എന്നെ അറിയോ? സുന്ദരിയാണെന്ന് അറിയാം. അതാര് പറഞ്ഞു? ഡോക്ടറോട് ചോദിച്ചു. എവിടെ വെച്ച് കാണുക? ഗാന്ധിനഗർ ബസ് സ്റ്റോപ്പിൽ വെച്ചായാലോ? നാളെ രാവിലെ 9 മണിക്ക്. ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ഏതാണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കാര്യം ഓക്കെ ആയി. നേരിട്ട് കണ്ടിട്ട് എന്റെ കാര്യം ഒന്നും ആയിട്ടില്ല. നീ എന്തൊന്നും മിണ്ടാത്തെ? സ്വപ്നം കാണുക. എന്നാ കാണ്. നീ നിന്റെ കാണാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണ്. ഞാൻ എന്റെ കണ്ട പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണാം. അപ്പൊ ഞാനോ? ഒരിക്കലും കിട്ടാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണൂ. ദൈവത്തെ ഓർത്ത് നിന്റെ കാര്യത്തിലേക്ക് ഇനി എന്നെ വലിച്ചഴക്കരുത്. എനിക്ക് അല്പം കുശുമുണ്ടെന്ന് കൂട്ടിക്കോ. സ്വന്തം കേസ് ഗോവിന്ദയായിട്ടിരിക്കുമ്പോഴാ നിന്റെ ലൈനിന് ചുക്കാൻ പിടിക്കാൻ വന്നിരിക്കുന്നത്. ഇന്നോടെ മതി, ഇനി നിന്നെ ശല്യപ്പെടുത്തില്ല. ദേ, അവള് വരുമ്പോ ചളവള എന്ന് സംസാരിച്ച സമയം കളയരുത്. കാര്യങ്ങൾ തുറന്ന് പറയണം. എന്താ? അയ്യോ, അവള് ഗാന്ധിനഗർ ബസ് സ്റ്റോപ്പ് എന്നല്ലേ പറഞ്ഞത്? അതെ. ആ, എന്നാ മിണ്ടാതിരി.
ഇത് ബാംഗ്ലൂരല്ലേ മോനെ? ഗാന്ധിനഗറിൽ തന്നെ ബസ് സ്റ്റോപ്പ് 7 എണ്ണം ഉണ്ട്. ഇതാണ് ഗാന്ധിനഗർ മെയിൻ സ്റ്റോപ്പ്. ഇമാതിരി ചുറ്റിക്കളി പാർട്ടീസ് ഒക്കെ വരാറുള്ളത് ഇവിടെ. ഇറങ്ങിക്കോ, എന്നിട്ട് വടക്കോട്ട് നോക്കി നിന്നോ. വടക്കോട്ടോ? ആ, സാധാരണ ഇത്തരം ലൈൻ കേസുകൾ വടക്കിൽ നിന്നാണ് വരാറുള്ളത്. നീ അങ്ങോട്ട് ഇറങ്ങി, സമയം കളയാണ്ട് ഇറങ്ങി. ലൈൻ കേസ് വരുമ്പോഴാണ്. ഞാനിപ്പോ വരാം. ഇനി വരുന്ന തോന്നുന്നില്ല. പാർട്ടി വല്ല ഫ്രോഡുമായിരിക്കും. ഫ്രോഡ് ആണെങ്കിൽ പറഞ്ഞ സമയത്തിന് മുമ്പ് ഇവിടെ എത്തിയിരിക്കും. കുറച്ചേരം കൂടി നോക്കാം. നീ വെയിറ്റ് ചെയ്യ്. ഞാൻ എത്ര നേരം പണിക്ക് വെയിറ്റ് ചെയ്യാം. കാര്യം നടന്നാ മതിയായിരുന്നു. ഹലോ ഹലോ, കാർത്തിക് എന്താ ഇവിടെ? പപ്പി എന്താ ഇവിടെ? ഞാനൊരാളെ കാത്തു നിന്നതാ. എന്തു പറ്റി? അത് പിന്നെ ഞാനൊരു സത്യം പറയാം. ഞാൻ പപ്പിയെ കാണാൻ. വേണ്ട, ഉരുളണ്ട. എനിക്കറിയാം. ശാലിനെ വിളിച്ചു പറഞ്ഞില്ലേ ഞങ്ങളിവിടെ വരുമെന്ന്. ആര്? ഇനി ഏതായാലും ഞാൻ നിങ്ങൾക്കൊരു ശല്യാവുന്നില്ല. അല്ലാതെ കാർത്തിക്, today you look so smart. നടു റോഡിൽ നിന്ന് പഞ്ചാര അടിക്കാതെ വല്ല ഐസ്ക്രീം പാർലറിലോ മറ്റോ ചെല്ല്. എന്നിട്ട് അവളെ അങ്ങ് ഡ്രോപ്പ് ചെയ്തേക്ക്. കാർത്തികേട്ടാ, നമുക്ക് പോകാം. അവള് വന്നില്ലാന്ന് കരുതി നീ ഇത്ര ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിന്റെ കുഗ്രാമമൊന്നുമല്ല, സിറ്റിയാ, മെട്രോപൊളിറ്റൻ സിറ്റി. ഇവിടുത്തെ പെമ്പിള്ളേര് നിനക്ക് അറിയാൻ പാടില്ല. നിന്നെ പോലെ ഒരു പാവത്തിനെ കിട്ടിയ അവളുമാര് വട്ടം കറക്കും. സിറ്റിയിലുള്ളവരെ മൊത്തം അടച്ചങ്ങനെ താൻ പറയണ്ട. നല്ലവരും കാണും. കാണില്ല. താ പോടാ പച്ച. ഒന്ന് ചിന്തിച്ച് നോക്കിയാ മതി. കുറച്ചു നേരം ഫോണിലൂടെ മിണ്ടി ഒറ്റ ദിവസം കൊണ്ട് ആ ബന്ധം ബസ് സ്റ്റോപ്പ് വരെ എത്തിച്ചവള്. അവള് തറയടാ. ചുമ്മാ സംശയത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ അങ്ങനെ പറയരുത്. ചിലപ്പോ നല്ലവളാണെങ്കിലോ. അപ്പച്ച തന്നെ ഇടപെടരുതോ. അവള് തറയടാ, വെറും തറയാ. മതി, ഇനി പറയണ്ടൊന്നും. നീ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവന്റെ മനസ്സിലെ പെണ്ണ് തറഞ്ഞു കയറിയിട്ടുണ്ടാവും. അവന്റെ മനസ്സിലല്ല, എന്റെ മനസ്സിലാ പെണ്ണ് തറഞ്ഞു കയറിയത്. മനസ്സിലായോ? ഇല്ല. അവൻ സ്നേഹിക്കുന്ന ആരാന്നറിയോ അപ്പച്ചന്? എന്റെ പപ്പിയെ. അവനെക്കാളും മുമ്പ് ഞാൻ ഇഷ്ടപ്പെട്ടത് അവളെ. അവനെക്കാളും മുമ്പ് ഞാനാ മിണ്ടിയത് അവളോട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, വിട്ടുകൊടുക്കില്ല അപ്പച്ച. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ പപ്പി അവനെങ്ങനെ? ആക്സിഡന്റ് കാരണോ എല്ലാം സംഭവിച്ചു. ആക്സിഡന്റ് കാരണമാണോ? എന്റെ മലയാറ്റൂർ മുത്തപ്പ, ആ വണ്ടി ഇടിച്ചവന്റെ നട്ടല് തളർത്തണേ. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിക്കുകയാണ്. ഞാൻ ആ വണ്ടി ഇടിച്ചവന്റെ പ്രാവുമ്പോ നീ എന്തിനാ ഞെട്ടണേ? അത് പിന്നെ ആ വണ്ടി ഇടിച്ച് ഞാനാ. അപ്പൊ ഞാൻ ഈ കരുനാക്കുച്ചി പ്രാകൃതി മുഴുവൻ നിന്നെയായിരുന്നോ? എന്റെ മുത്തപ്പ, എല്ലാം തിരിച്ചെടുത്തേക്കണേ. എനിക്ക് അവരെ അന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ തോന്നിയിരുന്നെങ്കിൽ എന്റെ പപ്പി എന്റേതാകുമായിരുന്നേനെ. ഞാനിപ്പോ പറഞ്ഞൊന്നും അവൻ അറിയാൻ പാടില്ല. അവനും പപ്പിയും തമ്മിൽ കാണാനും പാടില്ല. ഇനി ഇവിടെ വരുന്ന ഒറ്റ ഫോണും അവനെടുക്കാൻ നോക്കിക്കോണം. അവളുടെ ശബ്ദം പോലും അവനിനി കേൾക്കരുത്. എത്രയും പെട്ടെന്ന് അവനെ നാട്ടിലേക്ക് തിരിച്ചയക്കണം. ഹലോ. ഞാനാ. വേണ്ട, ഒന്നും പറയണ്ട. ഞാനൊരു കുഗ്രാമത്തിൽ പിറന്നവനാ. എനിക്ക് നിങ്ങളുടെ സിറ്റി സംസ്കാരം ഒന്നും അറിയില്ല. പക്ഷെ മനസ്സോർന്ന് സ്നേഹിക്കാൻ അറിയാം. അനിയൻകുട്ടി, ഞാൻ 9 മണി മുതൽ 11 മണി വരെ ഞാൻ ആ സ്റ്റോപ്പിൽ വടക്കോട്ട് നോക്കി നിന്നു. സ്നേഹിച്ചില്ലേലും വേണ്ടില്ല, പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കരുത്. ഞാൻ വന്നിരുന്നു. ഒരുപാട് നേരം കാത്തു നിൽക്കുകയും ചെയ്തു. അനിയൻകുട്ടി എവിടെയാ വന്നത്? ഗാന്ധിനഗർ മെയിൻ സ്ട്രീറ്റ് സ്റ്റോപ്പിൽ. ഞാൻ പറഞ്ഞത് ഗാന്ധിനഗർ സ്റ്റോപ്പിലല്ലേ? ഗാന്ധിനഗറിൽ ഒരുപാട് സ്റ്റോപ്പുകളില്ലേ? എന്റെ അറിവിൽ അവിടെ ഒരു സ്റ്റോപ്പേ ഉള്ളൂ. ഹലോ, എന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് പിണങ്ങിയോ? ഇല്ല. നമുക്ക് ഇന്ന് തന്നെ കാണാം. വൈകുന്നേരം 4 മണിക്ക് ലാൽബാഗിൽ വരുവോ? ഇവിടെ ഒരു ലാൽബാഗ് പാർക്കേ ഉള്ളൂ. അവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുടെ മുമ്പിൽ നിന്നാ മതി. എവിടെ? സുഭാഷ് ചന്ദ്രബോസിന്റെ സ്റ്റാച്യു. എന്റെ വണ്ടിയുടെ കളർ റെഡ് മാരുതി. വേഷം മഞ്ഞ ഫ്രോക്ക്. ഇനി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ? ഇല്ല, ഞാൻ കാത്തു നിൽക്കും. ബൈ. നീ ഇവിടെ ഒന്ന് കേൾക്കായിരുന്നോ? അവള് നീ പറഞ്ഞ പോലെ ഒരു പെണ്ണല്ലടാ. തെറ്റ് പറ്റിയ നമ്മക്കാ. സ്റ്റോപ്പ് മാറിപ്പോയി. ആ പഴയ സ്റ്റോപ്പ് തന്നെ നിന്നാ മതിയായിരുന്നു. അവള് വന്നടാ. ഇന്ന് ഏതായാലും തെറ്റില്ല. ഇന്നോ? വൈകുന്നേരം അവള് ലാൽബാഗിൽ വെച്ച് കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. ലാൽബാഗിലോ? ഒരിക്കലും നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ എന്ത് തിരക്കാന്നാ നിന്റെ വിചാരം? അതിനല്ലേ അവൾ അടയാളം പറഞ്ഞു തന്നത്. ചുവന്ന മാരുതി കാർ, മഞ്ഞ ഫ്രോക്ക്, നിൽക്കേണ്ടത് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുടെ താഴത്ത്. നീ മസ്റ്റായിട്ട് വരണം. ഇന്ന് തന്നെ കാണണമെന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. എടാ, അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുവോ? അത് അവളോട് ചോദിക്കണം.
ഹലോ ഹലോ, ഞാനാ. ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ. എന്നെ കുറിച്ചോ? ഉം, എനിക്കാകെ എന്തോ പോലെ. എന്തു പറ്റി? സുഖല്ലേ? അതല്ല, ഇന്ന് കാണുമെന്ന് പറഞ്ഞപ്പോ എന്നെ കാണുമ്പോ ഇഷ്ടായില്ലെങ്കിലോ എന്നൊരു ടെൻഷൻ. എന്തേ ചിരിച്ചത്? ഒരു പെണ്ണിന് ഇഷ്ടപ്പെടാനുള്ള സൗന്ദര്യമൊക്കെ അനിയൻകുട്ടിക്കുണ്ടെന്ന് ആന്റി പറഞ്ഞ് എനിക്കറിയാം. ഇനിയിപ്പോ അങ്ങനെയൊന്നും അല്ലെങ്കിലും എനിക്കിഷ്ട. എനിക്കിനി മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിലില്ല, സത്യം. ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത എന്നെ അത്രയ്ക്കിഷ്ടാണോ? അതെ, അത്രയ്ക്കിഷ്ട. നമ്മൾ തമ്മിൽ നേരിൽ കാണുന്ന ആ നിമിഷമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തം. അപ്പൊ പാർക്കിൽ കാണാം. പോടാ. അപ്പച്ചാ നീ കൂടെ പൊയ്ക്കോ.